സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ കള്ളം പറയുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്കറിയില്ലേ? ക്ലിപ്പ് മുറിക്കലാണ്. അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ച് ഇപ്പുറവും മുറിച്ച് കഷ്ണത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ദജ്ജാലുകളുടെയും കദ്ദാബുകളുടെയും സ്വഭാവം. ഏതുപോലെ ജൂതന്മാരങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു. അവരെ കിതാബിലുള്ള പകുതി മറച്ചു വെച്ചിട്ട് യുഹരിഫൂനൽ കലിമ അൻ മവാദിഹി, അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് തന്നെയാണ് ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി. ആ ഹാഫിദു ദഹബി തന്നെ പറയുകയാണ്, ഇബ്നു തൈമിയക്ക് വലിയ കിബ്റായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കദ്ദാബുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ, അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് പേരോട് ഇപ്പോൾ ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇബ്നു തൈമിയെ വെളുപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല. നമ്മൾ ഇമാമിയങ്ങളെ കിതാബ് ഉദ്ധരിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അത് പറയാനും ഒരു കാരണമുണ്ട്. അതെന്തേ? അത് പറയേണ്ട സമയത്ത് അത് പറയണം. അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു, അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു. അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആലക്ക് കയ്യും കാലും ഉണ്ട് എന്ന്, അല്ലാഹ് കസേരമേ കുത്തിരിക്കുകയാണ്. അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇബ്നു തൈമിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്നു തൈമിയ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി അംഗീകരിക്കണമെന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കണം. ഇബ്നു തൈമിയ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വായിച്ചു നോക്ക് ഫതാവൽ ഹദീസ്, അതുപോലെ മറ്റുള്ള കിതാബുകളൊന്ന് വായിച്ചു നോക്ക്. ഒന്ന് രണ്ടൊന്നല്ല, എത്ര കിതാബിലാ പറഞ്ഞു. ഇമാം സുബ്കി പറഞ്ഞു വായിച്ചു നോക്ക്. എന്തിനധികം പറഞ്ഞു, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു വായിച്ചു നോക്ക്. ഞാൻ കുറെ കിതാബുകളൊന്നും ഉദ്ധരിച്ചു. സുഹൃത്തുക്കളെ, അതിനെ ഇപ്പം പറയാനുള്ള ഇപ്പൊ പുതിയൊന്നും പറയുന്നൊന്നുമില്ല, പണ്ട് പറഞ്ഞ ഇപ്പം പറയുന്നു. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണം. ഞാൻ ഇന്നലെ വയത് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഞാൻ ചിലപ്പോൾ പള്ളിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവും, കാരണം പള്ളി ഉദ്ഘാടനമല്ല. അപ്പൊ ചിലപ്പോൾ അവിടെ പറഞ്ഞ വേറൊരു വിഷയമായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ളതല്ലേ പറയേണ്ടത്, ആവശ്യമുള്ളതുപോലെ പറയേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നാൽ കൊന്നവന് തോപുണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തോപില്ല എന്ന് അയാൾ മടങ്ങിപ്പോയി. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നവന് തോപുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന്. ഇതാരാ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം